ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ശാരദ പറയുന്നു, ഞാൻ കൂടി പോയാൽ ഓർമ്മകൾ കൂടി വരിക്കും. പിന്നെ ആ ചെയിൻ ഒരു ലോഹം മാത്രമാ. ആ വിലയാണോ നിളമോളുടെ ജീവനുള്ളത്? ചെയിൻ കാണുന്നില്ലല്ലോടി. ഇനി താമേ ഞാൻ നോക്കാന്ന് പറഞ്ഞ് പെട്ടിയിൽ ചെയിൻ നോക്കുന്ന കാവേരി കാണുകയാണ് അരവിന്ദന്റെ ഒരു മൊബൈൽ. ശാരദ പറയുന്നു, അതച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന മൊബൈലാ. ഇത് ഇതിനകത്തുണ്ടായിരുന്നു എന്ന് കാവേരി ചോദിക്കുമ്പോൾ ശാരദ പറയുകയാണ്, അത് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. കാവേരി ചോദിക്കുന്നു, ഇതെന്താ അമ്മ നേരത്തെ പറയുന്നത്? അപ്പൊ ശാരദ പറയുകയാണ്, അതെന്തിനാ പറയുന്നത്? ഇവിടെ എല്ലാവർക്കും ഫോൺ ഉണ്ടല്ലോ. ഇത് പഴയതല്ലേ, അച്ഛൻ സംസാരിച്ചോണ്ടിരുന്ന ഫോണല്ലേ, ആരും എടുക്കണ്ട, അത് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി. കാവേരി ചോദിക്കുന്നു, അമ്മേ ഈ ഫോൺ ഞാൻ എടുത്തോട്ടെ, നോക്കിയിട്ട് തിരിച്ചു തരാം. ശാരദ ചോദിക്കുന്നു, ഭദ്രമായിട്ട് തിരിച്ചേൽപ്പിക്കുവോ? അങ്ങനെ കാവേരി ആ ഫോണിൽ നോക്കിയിട്ട് പറയുന്നു, ഇതിലിപ്പോഴും ചാർജ് ഉണ്ടല്ലോ അമ്മേ. അപ്പൊ ശാരദ പറയണ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാർജ് ചെയ്ത് വെക്കുന്നതാ. തുറക്കുമ്പോൾ കാണുന്നത് എന്റെ പടാ, പിന്നെ നമ്മൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോയും ഉണ്ട്. തുണിയുടെ ഇടയിൽ നിന്നും ചെയിൻ എടുത്ത് ശാരദ പറയുന്നു, അത് ശരി, ഇത്രയും നേരം എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഫോണിൽ നോക്കി കാവേരി ഓർക്കുകയാണ് ജയപാലന്റെ വാക്കുകൾ. അരവിന്ദനെ ഞാൻ ചതിച്ചത് തന്നെയാ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യ്. പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ എവിടാണെന്ന് വെച്ചാ പോ. ഈ ഭൂമി അത് തിരിച്ചു വാങ്ങുന്നതേ ഞാനൊന്ന് കാണട്ടെ. തുടർന്ന് രാവിലെ കാവേരിയും ഗംഗയും പുറത്തു നിന്ന് ആലോചിക്കുകയാണ്. അവിടേക്ക് വന്ന വിനീത് ചോദിക്കുന്നു, എന്തുപറ്റി? രണ്ടുപേരും കടുത്ത ചിന്തയിലാണല്ലോ, എന്താ കാര്യം? അപ്പൊ കാവേരി പറയണ, നിളയുടെ ഓപ്പറേഷന്റെ കാര്യം വിനീതേട്ടാ, പണം വേണമല്ലോ. ഗംഗ ചോദിക്കുന്നു, നമുക്ക് വീട് പണയം വെച്ചാലോ? അപ്പൊ വിനീത് ചോദിക്കണ, അത് നടക്കുവോ? അതെന്താ നടക്കാത്തേന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയണ, വിനീതേട്ടൻ ചോദിച്ചതിലും കാര്യമുണ്ട് ചേച്ചി, അച്ഛന്റെ പേരിലല്ലേ വീട്? ഗംഗ ചോദിക്കുന്നു, എന്നാലും അമ്മയ്ക്ക് അതിൽ അവകാശമില്ലടി. അപ്പൊ കാവേരി പറയണ, അതുണ്ട്, പക്ഷെ പണം തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള ആളാണോന്ന് ബാങ്കുകാർ അന്വേഷിക്കില്ലേ? അപ്പൊ വിനീത് പറയണ, വീടും സ്ഥലവും ഒക്കെ പണയത്തിനെടുക്കുന്ന ബ്ലേഡുകാരുണ്ടല്ലോ കാവേരി, നമുക്ക് ആ വഴിയൊന്ന് നോക്കിയാലോ? അപ്പൊ കാവേരി പറയണ, അത് വേണ്ട വിനീതേട്ടാ, അവരൊക്കെ എങ്ങനെയെങ്കിലും വീട് അവരുടെ കൈക്കലാക്കാനേ നോക്കൂ. അതും ശരിയാണെന്ന് വിനീത് പറയുമ്പോൾ കാവേരി പറയണ, അല്ല, പണത്തിനു വേണ്ടി ഇത്ര തലകുവഞ്ഞ് ആലോചിക്കാൻ നമ്മൾ അത്ര ഗതികെട്ടവരൊന്നും അല്ലല്ലോ. ഗംഗ ചോദിക്കുന്നു, പണത്തിന് പണം തന്നെ വേണ്ടിയിടി. അപ്പൊ കാവേരി പറയണ, അച്ഛൻ നമുക്ക് വേണ്ടി വാങ്ങിച്ച തോട്ടമില്ലേ, എത്ര ലക്ഷത്തിന്റെ മൂല്യം ഉണ്ട് അതിന്? ഗംഗ ചോദിക്കുന്നു, എടി നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അച്ഛൻ നമുക്ക് വാങ്ങിച്ച തോട്ടോ അതിപ്പം ജയബാലന്റെ കയ്യിലല്ലേ? അപ്പൊ കാവേരി പറയണ, ജയബാലന്റെ കയ്യിലാണെന്നല്ലേ ഉള്ളൂ, അതിന് പണം മുടക്കിയത് നമ്മുടെ അച്ഛൻ തന്നെയല്ലേ? ഇത് കേട്ട് ഗംഗ പറയുന്നു, എടി അക്കാര്യം നമ്മൾ ആവശ്യപ്പെടാമെന്നല്ലാതെ മറ്റാരെങ്കിലും സമ്മതിച്ചു തരുമോ? ജയബാലൻ അവിടെ ഭൂമി പൂജ നടത്താൻ പോയപ്പോൾ തടയാൻ നമ്മൾ പോയതല്ലേ, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഒടുവിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോഴും അവര് പറഞ്ഞത് തെളിവ് വേണമെന്നല്ലേ? കാവേരി ചോദിക്കുന്നു, തെളിവ് വേണോ അല്ലേ? പെട്ടെന്ന് കാവേരി ഓർക്കുകയാണ് അരവിന്ദന്റെ മൊബൈൽ കണ്ടത്. ഗംഗ ചോദിക്കുന്നു, എന്താടി, എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റുമോ നിനക്ക്? അപ്പൊ കാവേരി പറയണ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ചേച്ചി. അപ്പൊ ഗംഗ പറയുന്നു, എന്തോ എനിക്ക് അതിലത്ര പ്രതീക്ഷ തോന്നുന്നില്ല. അപ്പൊ കാവേരി പറയണ, ദേ തോട്ടത്തിന്റെ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കാവുന്ന ചേച്ചി എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അപ്പൊ ഗംഗ പറയണ, കൂടെ നിൽക്കില്ല എന്നാരാ പറഞ്ഞത്? കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ നീ പറയുന്നത് പോലെ തോട്ടത്തിന്റെ പണമൊക്കെ വാങ്ങിച്ചെടുക്കണമെങ്കിൽ അതിന് സമയമെടുക്കും. നമ്മളിപ്പം തോട്ടത്തിന്റെ പുറകെ പോകാനല്ല, നിളയുടെ ഓപ്പറേഷൻ നടത്താനാണ് ശ്രമിക്കേണ്ടത്. ഇത് കേട്ട് കാവേരി പറയുന്നു, ശരി ഗംഗേച്ചി, സമ്മതിച്ചു, തോട്ടത്തിന്റെ കാര്യം വിട്ടേക്കാം. നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണത്തിന് വേറെ എന്താ വഴി? അപ്പൊ ഗംഗ പറയാണ്, ഇപ്പൊ വഴിയൊന്നും കാണുന്നില്ല, പക്ഷെ എന്തെങ്കിലും വഴി കണ്ടെത്തിയല്ലേ പറ്റൂ. കാവേരി ചോദിക്കുന്നു, ആ വഴി ഇതാകുന്നതിൽ എന്താ കുഴപ്പമെന്നാ എന്റെ ചോദ്യം. അപ്പൊ ഗംഗ പറയണ, അതൊന്നും എളുപ്പം നടക്കില്ല എന്ന് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ? അപ്പൊ കാവേരി പറയണ, അല്ല ഗംഗേച്ചി, നിളയുടെ ഓപ്പറേഷൻ ആ തോട്ടത്തിന്റെ പണം കൊണ്ട് തന്നെ നടക്കണം. 4 പെൺകുട്ടികളെ ജനിപ്പിച്ചിട്ട് ഗൾഫിൽ പോയി സുഖിക്കുകയല്ലായിരുന്നു നമ്മുടെ അച്ഛൻ. രാവും പകലും നമ്മുടെ നല്ല ഭാവിക്കും ജീവിതത്തിനും വേണ്ടി പണിയെടുക്കുകയായിരുന്നു. അതിൽ നിന്ന് ഒരു ചില്ലി പൈസ പോലും ഒരു ചെന്നായും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ അച്ഛന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും മറ്റുള്ളവർ അനുഭവിച്ചിട്ട് നമ്മുടെ നിളക്കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടണം. അവളുടെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ട് തന്നെയാ തന്റെ ഹൃദയം തുടിക്കുന്നതെന്ന് ഒരുറപ്പ് നാളെ നിളയ്ക്കും വേണം ഗംഗേച്ചി, അത് ഞാൻ നടത്തി കൊടുക്കും. അങ്ങനെ കാവേരി അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഗംഗയും വിനീതും. തുടർന്ന് മഴയത്ത് കുടയൊക്കെ പിടിച്ച് തോട്ടത്തിലേക്ക് വരികയാണ് കാവേരി. ആ വഴി വരുന്ന ശിവരാമനെ കണ്ട് കാവേരി ഉറക്കെ ശിവരാമേട്ടാന്ന് വിളിക്കുന്നു. അരികിലേക്ക് വന്ന ശിവരാമൻ ചോദിക്കുന്നു, എന്താ കുഞ്ഞെ, ജയബാല സാർ ഇവിടെ ഇല്ല? അപ്പൊ കാവേരി പറയുന്നു, ഞാൻ ജയബാല സാറിനെ കാണാൻ വന്നതല്ല, ശിവരാമേട്ടനെ കാണാനാ. അപ്പൊ ശിവരാമൻ ചോദിക്കുന്നു, എന്നെയോ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെയോ എന്റെ ഭാര്യയുടെയോ പിന്നാലെ നടന്നാൽ കുഞ്ഞിനൊന്നും കിട്ടാൻ പോകുന്നില്ല, വെറുതെ സമയം മെനക്കെടുത്താതെ പോവച്ച്. അപ്പൊ കാവേരി പറയണ, കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാല് ശിവരാമേട്ടന്റെയും ഭാരതി ചേച്ചിയുടെയും കയ്യില് കാര്യമായിട്ട് എന്തോ ഉണ്ടെന്നല്ലേ അർത്ഥം? അപ്പൊ ശിവരാമൻ പറയണ, അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ. എല്ലാവരും പറയാറുണ്ട് ആ ജയബാലന്റെ കാവൽപ്പട്ടിയാണ് ശിവരാമൻ എന്ന്. അതൊരു അപമാനമായിട്ട് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. മനുഷ്യനേക്കാൾ നന്ദിയുള്ള മൃഗമാ നായ, തിന്ന ചോറിനത് കൂറ് കാണിക്കും. ദേ ചാവുന്ന കാലം വരെ ശിവരാമൻ അങ്ങനെയായിരിക്കും. ശിവരാമന്റെ നാവിന്ന് ഒരു വാക്ക് വീണ് വിട്ടുവെന്ന് കുഞ്ഞു കരുതണ്ട. അപ്പൊ കാവേരി പറയണ, അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും എന്റെ ഈ അന്വേഷണത്തിനുള്ള മറുപടി ശിവരാമേട്ടന്റെ വാക്കുകളിലുണ്ട്. അപ്പൊ ശിവരാമൻ പറയണ, ദേ കുഞ്ഞൊന്ന് പോയേ, എനിക്ക് വീട്ടിൽ പോണം. അങ്ങനെ ശിവരാമൻ മുന്നോട്ട് നടന്നു പോകുമ്പോൾ കാവേരി ബാഗ്
ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അരവിന്ദന്റെ വോയിസ് പ്ലേ ചെയ്യുകയാണ്. എടോ ഇത് ഞാനാടോ അരവിന്ദൻ. ഇത് കേട്ട് ശിവരാമൻ തിരിഞ്ഞു നോക്കുകയാണ്. അരവിന്ദൻ ചോദിക്കുന്നു, നമ്മുടെ തോട്ടത്തിലെ ജോലിയൊക്കെ ശരിക്കും നടക്കുന്നില്ലേ? ഈ ഓണത്തിന് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ നടത്താനാ എന്റെ പ്ലാൻ. തോട്ടത്തിന്റെ പേർക്കുള്ള പൈസ മുഴുവനായി കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിന്നോട് എന്തിനാ പറയുന്നേ? ഇയാള് തന്നെ ആകുമല്ലോ ജയപാലിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ഓണർക്ക് കൊണ്ട് കൊടുത്തത്. പിന്നൊരു രഹസ്യം കൂടിയുണ്ട്. രജിസ്ട്രേഷൻ എന്റെ പേരിൽ മാത്രമല്ല തന്റെ പേരിലും ഉണ്ട്. ഞെട്ടണ്ട, എനിക്കും കുടുംബത്തിനും പേരില് ഒരു 5 ഏക്കർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 10 സെന്റ് നിനക്കും കൂടെ കിട്ടും. വയസ്സുകാലത്ത് എനിക്ക് മാത്രം പോരല്ലോ വിശ്രമം. ഇത്രയും കാലം എനിക്കും ജയപാലിനും വേണ്ടി എല്ലു മുറുകെ പണിയെടുത്താ നിനക്കും വേണ്ടേ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീട്? നിനക്കും ആവട്ടെ. ശിവരാമൻ കണ്ണു നിറങ്ങിയ കാവേരിയുടെ അരികിലേക്ക് വരികയാണ്. അരവിന്ദൻ പറയുന്നു, പിന്നെ നിന്റെ കാലിനൊരു വയ്യായികയൊക്കെ ഉള്ളതല്ലേ? നിന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുള്ള പണിയൊന്നും ചെയ്യിപ്പിക്കേണ്ടെന്ന് ഞാൻ ജയപാലിനോട് പ്രത്യേകം പറഞ്ഞു. നീ പണിയെടുത്താലും ഇല്ലെങ്കിലും എല്ലാ മാസവും ജയപാലിന്റെ അക്കൗണ്ടിലേക്ക് നിനക്ക് തരാൻ 15,000 രൂപ ഞാൻ അയക്കാറുണ്ട്. അത് നീ കൃത്യമായി വാങ്ങിയെടുത്തോണം. കയ്യിലുള്ള കാശ് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളാ ജയപാലൻ. അത് നിനക്കറിയാലോ. ഭാരതിക്കും നിനക്കും സുഖം തന്നെയല്ലേ? അടുത്ത തവണ വരുമ്പോൾ നിന്റെ നമ്പർ എനിക്ക് തരണം. തരാന്ന് പറയുന്നതല്ലാതെ ജയപാലൻ എപ്പോഴും അത് മറക്കും. അതുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ ജയപാലൻ അയക്കുന്നത്. അപ്പൊ ശരി, നമുക്ക് ഓണത്തിന് വന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് കാവേരി തന്നെ നോക്കി നിൽക്കുകയാണ് ശിവരാമൻ. കാവേരി പറയുന്നു, അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഫോണാ. കഴിഞ്ഞ ദിവസം അച്ഛന്റെ പെട്ടിന്ന് കിട്ടി. മനുഷ്യനേക്കാളും നന്ദിയുള്ള മൃഗം നായയാണല്ലോ അല്ലേ ശിവരാമേട്ടാ? ഉണ്ണുന്ന ചോറിനത് നന്ദി കാണിക്കില്ലേ? അങ്ങനെ ദേഷ്യത്തോടു കൂടി ശിവരാമനെ ഒന്ന് നോക്കിയിട്ട് കാവേരി അവിടെ നിന്ന് പോവുകയാണ്. കണ്ണു നിറഞ്ഞ് ശിവരാമൻ കുഞ്ഞേന്ന് വിളിക്കുമ്പോൾ കാവേരി തിരിഞ്ഞു നോക്കുകയാണ്. അരികിലേക്ക് വന്ന് ശിവരാമൻ പറയുന്നു, ചതിച്ചതാ കുഞ്ഞെ. കുഞ്ഞിന്റെ അച്ഛനെ മാത്രമല്ല എന്നെ ചതിച്ചതാ അയാള്. അരവിന്ദൻ സാറ് നല്ല മനുഷ്യനായിരുന്നു. എപ്പോ ഗൾഫിൽ നിന്ന് വന്നാലും ഷർട്ടിന്റെ തുണിയും സ്പ്രേയും ഒക്കെ കൊണ്ടു തരുമായിരുന്നു. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ സമയത്ത് മുഴുവൻ ചെലവും ഏറ്റെടുത്തത് സാറാ. പക്ഷെ അരവിന്ദൻ സാറുമായി ഒരടുപ്പം ഉണ്ടാക്കാൻ അനുവദിക്കാതെ എന്നെ അകറ്റി നിർത്തുകയായിരുന്നു ആ ജയപാലൻ. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എനിക്ക് മാസം തോറും 15,000 രൂപ അയക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിട്ട് കഴിയുമായിരുന്നു ഞാനും ഭാരതിയും. ഈ വയ്യാത്ത കാലം വെച്ച് പണിക്കിറങ്ങേണ്ട ഗതികേട് വരില്ലായിരുന്നു. എന്റെ പിക്ചർ പാത്രത്തിലും കൈയിട്ട് വാരിയില്ലേ? കരഞ്ഞു പറഞ്ഞ് ചോദിച്ചാലാ വല്ലപ്പോഴും 1000-ഓ 2000-ഓ തരുന്നത്. അതും സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു തരുന്നെന്നാ ആ ദ്രോഹി പറഞ്ഞത്. അരവിന്ദൻ സാറിനെ ചതിച്ചവൻ എന്നെയും ചതിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നതാ എന്റെ തെറ്റ്. കാവേരി ചോദിക്കുന്നു, ശിവരാമേട്ടൻ എന്താ പറഞ്ഞത്? അച്ഛനെ ചതിച്ചെന്നോ? അപ്പൊ ശിവരാമൻ പറയണ, ഇനി അതൊക്കെ തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഇത്രയും കാലം ഞാൻ ഒന്നും പറയാതിരുന്നത് ജയപാലൻ എന്ന പിശാചിനെ പേടിച്ചിട്ടാ. അരവിന്ദൻ സാറിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമെന്ന് പേടിച്ചിട്ട്. ഇത് കേട്ട് ഞെട്ടി കാവേരി ചോദിക്കുന്നു, അച്ഛനെ കൊന്നെന്നോ? ഇത് കേട്ട് വിഷമത്തോടുകൂടി ശിവരാമൻ കുനിങ്ങി നിൽക്കുമ്പോൾ കൊട വലിച്ചെറിഞ്ഞ് ശിവരാമന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച കാവേരി പറയുന്നു, പറ ശിവരാമേട്ട. ശിവരാമേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞേ? പറയാൻ എന്താ പറഞ്ഞേ? അപ്പൊ ശിവരാമൻ പറയുകയാണ്, അതെ കുഞ്ഞെ, സത്യമാ, കൊന്നത് തന്നെയാ. പൊന്നുപോലെ മനസ്സുള്ള ആ മനുഷ്യനെ കൊന്നതാ. മറ്റുള്ളവരോടൊക്കെ അരവിന്ദൻ സാറിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറഞ്ഞേ. പക്ഷെ അതൊരു കൊലപാതകമായിരുന്നു. മരിക്കുന്നതിന്റെ തലേന്ന് വൈകിട്ട് അരവിന്ദൻ സാർ ഇവിടെ വന്നിരുന്നു ഈ തോട്ടത്തില്. അന്ന് അരവിന്ദനും ജയപാലനും കൂടി സംസാരിച്ചതെല്ലാം ശിവരാമൻ കാവേരിയോട് പറയുകയാണ്. അരവിന്ദൻ ചോദിച്ചു, തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച നടത്താമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒന്ന് പതറി ജയപാലൻ പറഞ്ഞു, അത് പിന്നെ ഒരു കുഴപ്പമുണ്ട് അരവിന്ദ. തിരക്കിനിടയില് ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയതാ. തോട്ടത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച ആളെ ഹോസ്പിറ്റലിലാ, കോമ സ്റ്റേജ് എന്നാ ഡോക്ടർമാര് പറയുന്നത്. ഇത് കേട്ട് അയ്യോ എന്ന് പറഞ്ഞ് അരവിന്ദൻ തളർന്നു വീഴാനായി തുടങ്ങുമ്പോൾ അയ്യോ അരവിന്ദാന്ന് വിളിച്ച് താങ്ങി പിടിക്കുകയാണ് ജയപാലൻ. തുടർന്ന് ശിവരാമൻ പറയുന്നു, ചങ്ക് തകർന്ന മോളെ അരവിന്ദൻ സാർ ഇവിടുന്ന് പോയത്. ആ വേദനയിലാ അരവിന്ദൻ സാറ് ഹൃദയം പൊട്ടി മരിച്ചത്. കരഞ്ഞുകൊണ്ട് കാവേരി ഓർക്കുകയാണ് അരവിന്ദന്റെ മരണത്തെക്കുറിച്ച്. ജയപാലൻ അവിടേക്ക് വന്നിരുന്ന് ഉറക്കെ കരഞ്ഞത്. തുടർന്ന് കാവേരി കണ്ണു നിറഞ്ഞ് ആലോചിച്ച് കേൾക്കുമ്പോൾ ശിവരാമൻ മോളെന്ന് വിളിക്കുകയാണ്. കാവേരി വിളി കേൾക്കുന്നില്ല. തോളിൽ തട്ടി ശിവരാമൻ മോളെന്ന് വിളിക്കുമ്പോൾ അച്ഛാന്ന് ഉറക്കെ വിളിച്ച് പൊട്ടിക്കരയുകയാണ് കാവേരി. കണ്ണു നിറഞ്ഞ് കാവേരിയുടെ കയ്യിൽ പിടിച്ച് ശിവരാമൻ പറയുന്നു, മോളെ കരയില്ലേ മോളെ, മോളിങ്ങനെ സങ്കടപ്പെടാതെ. അപ്പൊ കാവേരി പറയുകയാണ്, ഇങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. പക്ഷെ ജയപാലൻ ഇത്രയും ക്രൂരനാണെന്നും അച്ഛന്റെ മുഖത്ത് നോക്കി ഇത്രയും നെറുകേട് പറയുമെന്നും നന്ദികെട്ട രീതിയിൽ പെരുമാറാനുള്ള ചങ്കുറപ്പ് അയാൾക്കുണ്ടാകുമെന്നും ഞാൻ കരുതിയില്ല. പാവം എന്റെ അച്ഛൻ. ശിവരാമൻ പറയുന്നു, കരയാതെ മോളെ, കരയല്ലേ മോളെ. കണ്ണീര് തുടച്ച് കാവേരി പറയുന്നു, ഇല്ല ശിവരാമേട്ട, അച്ഛന് വേണ്ടി ഒഴുകുന്ന അവസാനത്തെ തുള്ളി കണ്ണീരായത്. അച്ഛനെ ഓർത്ത് കാവേരി ഇനിയും കരയില്ല. ഇനിയും കരയാൻ പോകുന്നത് എന്റെ അച്ഛന്റെ വിയർപ്പിന്റെ വിലയായ ഈ തോട്ടം തട്ടിയെടുത്ത ആ ചെന്നായ. തോട്ടം മാത്രമല്ലല്ലോ, എന്റെ അച്ഛന്റെ ജീവൻ കൂടിയല്ലേ അയാള് തട്ടിയെടുത്തത്. ജയപാലൻ പറയേണ്ടത് പണത്തിന്റെ കണക്ക് മാത്രമല്ല ചോരയുടെ കണക്കും കൂടിയാ. പറയിക്കും ഞാൻ. അപ്പൊ ശിവരാമൻ പറയിക്കണം മോളെ, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരും. ആ ചെകുത്താൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, അവസാന ശ്വാസം വരെയും ഈ ശിവരാമൻ കൂടെ ഉണ്ടാകും. അങ്ങനെ കണ്ണു നിറഞ്ഞ കാവേരിയുടെ കയ്യിൽ പിടിച്ച് ശിവരാമൻ പറയുന്നു, ഉറപ്പ്. കാവേരിയും കണ്ണു നിറഞ്ഞ് ശിവരാമന്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ്. തുടർന്ന് നിലയെ ചേർത്ത് പിടിച്ച് വിഷമത്തോടുകൂടി ഹോളിലിരിക്കുകയാണ് ശാരദ. തൊട്ടരികിൽ രാധമ്മയുണ്ട്. ഭക്ഷണവുമായി അവിടേക്ക് വന്ന ഗംഗ പറയുന്നു, മോളെ വന്നേ,
നമുക്കിത് കഴിച്ചാലോ? വിശപ്പില്ല ചേച്ചി എന്ന് നിള പറയുമ്പോൾ ഗംഗ പറയുകയാണ്, വിശപ്പൊക്കെ വന്നോളൂ, നമുക്ക് കുറേശ്ശെ കഴിക്കാം. അങ്ങനെ ഗംഗ സ്നേഹത്തോടുകൂടി നിളയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അപ്പൊ നിള ചോദിക്കുന്നു, ഗംഗേച്ചി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ ഗംഗ പറയണം, മോക്ക് എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പൊ നിള ചോദിക്കുന്നു, പിന്നെന്താ എന്നെ സ്കൂളിൽ വിടാത്തത്? അപ്പൊ ഗംഗ പറയണം, അത് മോളുടെ അസുഖം മാറിപ്പോകട്ടെ എന്ന് കരുതിയാ. ഇത് കേട്ട് നിള ചോദിക്കുകയാണ്, അപ്പൊ എനിക്ക് അസുഖം ഉണ്ടല്ലേ? അപ്പൊ ഗംഗ പറയുന്നു, ദേ അസുഖം എന്ന് പറഞ്ഞാലേ ഈ പനിയും ജലദോഷവും ഒക്കെ ഇല്ലേ, അതുപോലൊരു കുഞ്ഞസുഖം, ഒരു ഉറുമ്പുംകാലിനോടുള്ള അസുഖം, അതും കൂടി മാറിയിട്ട് സ്കൂളിൽ വിട്ടാൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞു. അപ്പൊ നിളമോള് മിടുക്കി കുട്ടിയാകുമെന്ന്. ദാ ഇത് കഴിക്ക്. നിള ചോദിക്കുന്നു, എന്തിനാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത്? അപ്പൊ ഗംഗ പറയുകയാണ്, അത് മോള് സ്കൂളിൽ തലചുറ്റി വീണത് കൊണ്ടല്ലേ. എങ്ങനെയാ തല ചുറ്റിയതെന്ന് നിള ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, അത് മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടാ. രാവിലെ വയറ് കാഞ്ഞ് സ്കൂളിൽ പോകരുതെന്ന് അമ്മ എപ്പോഴും പറയുന്നതല്ലേ. ഇതാ കഴിക്ക്. അപ്പൊ നിള പറയണ, വേണ്ട ഗംഗേച്ചി മതിയായി. അപ്പൊ ഗംഗ പറയുകയാണ്, ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട, കുറച്ച് കഴിഞ്ഞ് കഴിക്കണം. ഇതാ വെള്ളം കുടിക്ക്. ഇനി മോള് വന്നേ, ഇവിടെ ഇരുന്നാലേ ഡ്രസ് പഠിച്ച് ചാകും. വാ, രണ്ടുപേരും സെന്റിയായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ, നമുക്ക് അകത്ത് പോയിട്ട് കഥ പറഞ്ഞിരിക്കാം. വാ. അങ്ങനെ നിളയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഗംഗ. ശാരദ പറയുന്നു, അമ്മേ എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അമ്മേ. അപ്പൊ രാധമ്മ പറയണ, താങ്ങണം, താങ്ങിയല്ലേ പറ്റൂ. ഈ പ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ടാകും. അരവിന്ദൻ പോയതോടെ തുടങ്ങിയതായല്ല, പിന്നെ ഒരു നേരം പോലും സന്തോഷവും സമാധാനവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ആരോ ക്ഷുദ്രം ചെയ്തതുപോലെ. അപ്പൊ ശാരദ പറയണ, അങ്ങനെ ക്ഷുദ്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനെ ആകത്തുള്ളമ്മ, ജയബാലൻ. അപ്പൊ രാധമ്മ പറയണ, കലികാലത്തിൽ ദൈവങ്ങളൊക്കെ അനീതിയുടെയും അക്രമത്തിന്റെയും പക്ഷത്താണെന്ന് തോന്നുന്നു. വെച്ചടി വെച്ചടി കയറ്റമല്ലേ അവന്, നല്ലത് ചെയ്യുന്നവർക്ക് തകർച്ചയും. ഇത് കേട്ട് ശാരദ പറയുന്നു, കയറ്റമൊന്നും ഇല്ലമ്മ, ജയബാലൻ നശിക്കും, നശിച്ച് നാറാണക്കല്ല് പിടിക്കും, അത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളത് കാണും. രാധമ്മ ചോദിക്കുന്നു, ഇന്നോ നാളെയൊന്നോ പറഞ്ഞിരിക്കുന്ന ഞാനാണോ ജയബാലന്റെ നാശം കാണാൻ പോകുന്നത്? അപ്പൊ ശാരദ പറയുകയാണ്, അമ്മ നോക്കിക്കോ അമ്മ, അമ്മ അത് കാണും, ദൈവം അത് കാണിച്ചു തരും. അപ്പൊ രാധമ്മ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ഈ വീടിന് എന്തോ കുഴപ്പമുണ്ടെന്നാ. ശാരദ ചോദിക്കുന്നു, വീടിന് എന്ത് കുഴപ്പം? അമ്മ നേരത്തെ പറഞ്ഞതാ ശരി, അരവിന്ദേട്ടനായിരുന്നു ഈ വീടിന്റെ വെളിച്ചം. വെളിച്ചം അണങ്ങിയാ പിന്നെ എന്താ, ഇരുട്ടല്ലേ അമ്മേ ബാക്കിയുള്ളൂ. വെളിച്ചമില്ലാത്ത വീട്ടിലൂടെ പഴയതുപോലെ നടന്നാൽ നമ്മൾ വല്ല തൂണിലോ ചുവരിലോ പോയി ഇടിക്കും. അത് തൂണിന്റെയോ ചുവരിന്റെയോ കുഴപ്പമാണോ? അല്ല, ചെന്ന് നിൽക്കുന്ന നമ്മുടെയും കുഴപ്പമല്ല, വെളിച്ചമില്ലാത്തതാ കുഴപ്പം. അത് അണങ്ങിപ്പോയി, അതിന് ഈ വീട്ടിൽ തെളിയാനും പോകുന്നില്ല. കാവേരി തിരുവനന്തപുരത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വിഷമമായിരുന്നു, പിന്നെ ആലോചിച്ചപ്പോഴാ മനസ്സിലായത് ഇവിടെ എന്താ ഉള്ളത്, ഒന്നുമില്ല. ഇവിടുന്ന് പോകുന്നതിൽ തടസ്സമൊന്നുമില്ല, പക്ഷേ എങ്ങോട്ടാ പോകുന്നത്? എവിടെയും വെളിച്ചത്തിന്റെ ഒരു തരി പോലും കാണുന്നില്ല, എല്ലായിടത്തും ഇരുട്ട് മാത്രം. അങ്ങനെ ശാരദ വിഷമത്തോടുകൂടി അരവിന്ദന്റെ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ജയപാലനാണെന്നുള്ള സത്യം ശിവരാമനിൽ നിന്നും തിരിച്ചറിഞ്ഞ കാവേരി വളരെ ദേഷ്യത്തോടുകൂടി ജയപാലന്റെ വീട്ടിലേക്ക് വരികയാണ്. നിവിനുമായുള്ള രാഗിണിയുടെ വിവാഹകാര്യം സംസാരിക്കുകയാണ് ജയപാലനും രാഗിണിയും. ഈ സമയം ജയപാലന്റെ വീടിന്റെ വാതില് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി വരികയാണ് കാവേരി. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാഗിണിയും ജയപാലനും. കാവേരി വളരെ ദേഷ്യത്തോടുകൂടി ജയപാലനോട് സംസാരിക്കുമ്പോൾ രാഗിണി ദേഷ്യത്തോടുകൂടി കാവേരി അവിടെ നിന്ന് പറഞ്ഞു വിടാനായി ശ്രമിക്കുകയാണ്. രാഗിണിയെ പിടിച്ചു തള്ളി ജയപാലന്റെ കഴുത്തിലേക്ക് ഒരു കമ്പി വെച്ച് കാവേരി പറയുന്നു, താൻ എന്റെ അച്ഛന്റെ പണം മാത്രം തട്ടിയെടുത്തെന്നാ ഞാൻ കരുതിയിരുന്നത്, പക്ഷെ എന്റെ അച്ഛന്റെ ജീവനും കൂടി നീ എടുത്തു. അതുകൊണ്ട് എന്റെ അച്ഛന്റെ ജീവന്റെ കടം ഞാൻ തന്നോട് ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തില് തനിക്ക് സംശയം വേണ്ട ജയപാല. കാവേരിയുടെ വാക്കുകൾ കേട്ട് ഭയത്തോടുകൂടി നിൽക്കുകയാണ് രാഗിണിയും ജയപാലനും. 3 ദിവസത്തിനുള്ളിൽ അരവിന്ദന്റെ പണം ജയപാലന്റെ കയ്യിൽ നിന്നും തിരിച്ചു മേടിക്കുമെന്ന് വെല്ലുവിളിച്ച് കാവേരി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിളയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് ശാരദയും രാധമ്മയും ഗംഗയും. അവരുടെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം എടുത്ത് ടേബിളിലേക്ക് വെക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന കാവേരി ഇതെന്താ ഇതെന്ന് ചോദിക്കുകയാണ്. നിളയുടെ ഓപ്പറേഷന് വേണ്ടി പണം വേണ്ടേ? ആകെ ഇത്ര ആഭരണങ്ങളെ ഉള്ളൂ എന്ന് അവർ പറയുമ്പോൾ കാവേരി പറയുന്നു, നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണം ഇവിടെ വരും, ജയപാലൻ തരും 3 ദിവസത്തിനുള്ളിൽ. അയാളെ കൊണ്ട് ഞാൻ പണം ഇവിടെ നമ്മുടെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വെപ്പിച്ചിരിക്കും. കാവേരിയുടെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാകാതെ സംശയത്തോടുകൂടി ഇരിക്കുകയാണ് ശാരദയും ഗംഗയും രാധമ്മയും. അരവിന്ദനെ കൊന്ന അരവിന്ദന്റെ സ്വത്തുക്കൾ ചതിച്ച് സ്വന്തമാക്കിയ ജയപാലിനെ നശിപ്പിക്കാൻ കാവേരി രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്